Good morning, friends. Today we are going to study about the topic coagulation of colloidal solutions. We know that the stability of a sol is due to the adsorption of positive or negative ions by the dispersed particles. The repulsive forces between the charged particles do not allow them to settle. If somehow the charge is removed, there is nothing to keep the particles apart from each other. They aggregate or flocculate and settle down under the action of gravity. അതായത് നമുക്കറിയാവുന്നതാണ് ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ തന്നെ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടെന്നുള്ള കാര്യം. ഈ റിപ്പൾസീവ് ഫോഴ്സ് എപ്പോഴും നമ്മുടെ പാർട്ടിക്കിൾസിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തായിരിക്കും നിർത്തുന്നത്. ഇനി എങ്ങനെയെങ്കിലും നമുക്ക് അവയുടെ ചാർജിനെ റിമൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അതിനെ തമ്മിൽ റിപ്പൽഷന് കാരണമായിട്ടൊരു ഫോഴ്സ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പാർട്ടിക്കിൾസിന് അടുത്തേക്ക് വരാനും സെറ്റിൽ ഡൗൺ ചെയ്യാനും സാധിക്കുന്നു. That is, the flocculation and settling down of the discharged sol particles is called coagulation or precipitation of the sol. ഓക്കെ, നമുക്കിനി നോക്കാം എങ്ങനെയാണ് നമ്മുടെ സോൾ പാർട്ടിക്കിൾസിൻ്റെ ചാർജിനെ റിമൂവ് ചെയ്യുന്നതെന്നും കോആഗുലേഷൻ പോസിബിൾ ആകുന്നതെന്നൊക്കെ. മെക്കാനിസം ഓഫ് കോആഗുലേഷൻ ബൈ ദ അഡീഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്സ്. When an excess of an electrolyte is added to a sol, the dispersed particles are precipitated. The electrolyte furnishes both positive and negative ions in the medium. The sol particles absorb the oppositely charged ions and get discharged. The electrically neutral particles then aggregate and settle down as precipitate. ഇപ്പോൾ നമ്മുടെ കൊളോയിഡൽ സോളിലേക്ക് ഒരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുവാണെങ്കിൽ ഈ ഇലക്ട്രോലൈറ്റ് നമ്മുടെ സോൾ പാർട്ടിക്കിൾസിലെ പോസിറ്റീവ് ചാർജിനെ നെഗറ്റീവ് ചാർജിനെ ഫർണിഷ് ചെയ്യും. അങ്ങനെ നമ്മുടെ സോൾ പാർട്ടിക്കിൾസിലെ പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് നമ്മുടെ ഇലക്ട്രോലൈറ്റിലെ നെഗറ്റീവ് ചാർജ് അതായത് ആനയോൺസുമായിട്ട് റിയാക്ട് ചെയ്ത് ന്യൂട്രലൈസ്ഡ് ആവും. അതുപോലെ നമ്മുടെ സോൾ പാർട്ടിക്കിൾസിലെ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ഇലക്ട്രോലൈറ്റിലെ പോസിറ്റീവ് ചാർജ് അതായത് കാറ്റയോൺസുമായിട്ട് റിയാക്ട് ചെയ്ത് ന്യൂട്രലൈസ്ഡ് ആവും. Then these neutral particles aggregate and settle down as precipitate. A negative ion causes the precipitation of a positively charged sol and vice versa. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ഒരു നെഗറ്റീവ് അയോൺ അതായത് ആനയോൺ നമ്മളുടെ പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾ പാർട്ടിക്കിൾസിൻ്റെ പ്രസിപ്പിറ്റേഷന് കാരണമാകും. അതുപോലെ തന്നെ തിരിച്ചും. The effectiveness of an anion or cation to precipitate a sol will naturally depend on the magnitude of the charge or the valency of the effective ion. Ion carrying charge opposite to the charge on the colloidal particles. എഫക്റ്റീവ് അയോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ചാർജിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജ് കണ്ടെയ്ൻ ചെയ്യുന്ന അയോണാണ് എഫക്റ്റീവ് അയോൺ. ഈ പറയുന്നത് നമ്മളുടെ ഒരു സോളിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു കാറ്റയോണിൻ്റെയോ ആനയോണിൻ്റെയോ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ എഫക്റ്റീവ് അയോണിൻ്റെ വാലൻസിനെ അല്ലെങ്കിൽ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക എന്ന്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഹാർഡി ആൻഡ് സ്ക്യൂൾസ് ഫോർമുലേറ്റഡ് എ റൂൾ, ദാറ്റ് ഈസ് ഹാർഡി-സ്ക്യൂൾസ് റൂൾ. Hardy-Squirrel's rule states that the precipitating effect of an ion on dispersed phase of opposite charge increases with the valency of the ion. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂൾ പറയുന്നത് ഒരു അയോണിൻ്റെ പ്രസിപ്പിറ്റേറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വാലൻസി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് the precipitating effect of an ion is directly proportional to the valency. The higher the valency of the effective ion, the greater is its precipitating power. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എഫക്റ്റീവ് അയോണിൻ്റെ വാലൻസി കൂടുതലാണെങ്കിൽ അതിൻ്റെ പ്രസിപ്പിറ്റേറ്റിംഗ് പവറും കൂടുതലായിരിക്കുമെന്ന്. Thus, for precipitating an As2S3 sol, the precipitating power of Al3 plus Ba2 and Na ions is in the order Al3 greater than Ba2 greater than Na. അതായത് ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് സോളായിട്ടുള്ള As2S3നെ ഏറ്റവും കൂടുതൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ കഴിയുന്നത് Al3+നായിരിക്കും. അത് കഴിഞ്ഞ് Ba2+, അത് കഴിഞ്ഞ് Na+. For precipitating FeOH thrice sol, the precipitating power of FeCN6 3- SO4 2- and Cl- is in the order FeCN6 3- greater than SO4 2- greater than Cl-. അതായത്
പോസിറ്റീവ്ലി ചാർജ്ഡ് സോളായിട്ടുള്ള FeOH ത്രൈസിനെ ഏറ്റവും കൂടുതൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ കഴിയുന്നത് FeCN6 3- അത് കഴിഞ്ഞ് SO4 അത് കഴിഞ്ഞ് Cl-. The minimum concentration of an electrolyte which is required to cause the coagulation or flocculation of a sol is known as the coagulation value or flocculation value. അതായത് ഒരു ഇലക്ട്രോലൈറ്റിന് കോആഗുലേഷൻ അല്ലെങ്കിൽ ഫ്ലോക്കുലേഷൻ നടത്താൻ വേണ്ട മിനിമം കോൺസെൻട്രേഷനെയാണ് കോആഗുലേഷൻ വാല്യൂ അല്ലെങ്കിൽ ഫ്ലോക്കുലേഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തിട്ട് നടത്തുന്ന കോആഗുലേഷനെ പറ്റിയാണ്. ഇനി നമുക്ക് അതർ മെത്തേഡ്സ് ഓഫ് കോആഗുലേഷൻ നോക്കാം. ഫസ്റ്റ് വൺ ബൈ മിക്സിംഗ് ടു ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് സോൾസ്. സെക്കൻഡ് ബൈ ഇലക്ട്രോഫോറസിസ്. തേർഡ് വൺ ബൈ പെർസിസ്റ്റന്റ് ഡയാലിസിസ്. ഫോർത്ത് വൺ ബൈ ഹീറ്റിംഗ് ഓർ കൂളിംഗ്. By mixing two oppositely charged salts. When two oppositely charged salts are mixed in equimolar proportions, they mutually neutralize their charge and both get coagulated. രണ്ട് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് സോൾസ് തമ്മിൽ ഇക്വിമോളർ പ്രപ്പോർഷൻസിൽ മിക്സ് ചെയ്യുവാണെങ്കിൽ ദ മ്യൂച്വലി ന്യൂട്രലൈസസ് ആൻഡ് ബോത്ത് ഗെറ്റ് കോആഗുലേറ്റഡ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് FeOH ത്രൈസോൾ ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് AS2S3 സോൾ ആർ മിക്സ്ഡ്, ബോത്ത് ദ സോൾസ് ഗെറ്റ് കോആഗുലേറ്റഡ്. ബൈ ഇലക്ട്രോഫോറസിസ്. In the electrophoresis, the particles of the dispersed phase move towards the oppositely charged electrodes. If the process is carried out for a long time, the particles will touch the electrode, lose their charge and get coagulated. ഇത് പറയുന്നത് ഇൻ ഇലക്ട്രോഫോറസിസ് സോൾ പാർട്ടിക്കിൾസ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സിലേക്ക് മൂവ് ചെയ്യും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾ പാർട്ടിക്കിൾസ് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കും നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾ പാർട്ടിക്കിൾസ് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കും മൂവ് ചെയ്യും. അങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവ ഇലക്ട്രോഡുമായിട്ട് കോണ്ടാക്റ്റ് വരികയും അവയുടെ ചാർജ് ന്യൂട്രലൈസ്ഡ് ആവുകയും കോആഗുലേഷൻ നടക്കുകയും ചെയ്യുന്നു. By persistent dialysis. The stability of colloidal salts is due to the presence of a small amount of electrolyte. If the electrolyte is completely removed by repeated dialysis, the particles left will get coagulated. അതായത് നമ്മുടെ കൊളോയിഡൽ സോൾസിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അവിടെ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോലൈറ്റിനെ റിപ്പീറ്റഡ് ഡയാലിസിസ് നടത്തി റിമൂവ് ചെയ്യുകയാണെങ്കിൽ ബാക്കി വരുന്ന പാർട്ടിക്കിൾസ് ന്യൂട്രൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ കോആഗുലേഷൻ പോസിബിൾ ആവുകയും ചെയ്യും. ബൈ ഹീറ്റിംഗ് ഓർ കൂളിംഗ്. ദ സോൾസ് ഗെറ്റ് കോആഗുലേറ്റഡ് ഓൺ ഹീറ്റിംഗ്. ഫോർ എക്സാമ്പിൾ കോആഗുലേഷൻ ഓഫ് ബട്ടർ. ഇൻ സം കേസസ് കൂളിംഗ് ദ സോൾ ഓൾസോ റിസൾട്ട്സ് ഇൻ ടു ഇറ്റ്സ് കോആഗുലേഷൻ. ഫോർ എക്സാമ്പിൾ കോആഗുലേഷൻ ഓഫ് മിൽക്ക്. ദാറ്റ് ഈസ് ഓൺ കൂളിംഗ് മിൽക്ക് ഫാറ്റ്സ് സ്റ്റാർട്ട് ഫ്ലോട്ടിംഗ് ഓൺ ദ സർഫസ്. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കോആഗുലേഷൻ ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻസ്, ഹാർഡീസ്-ക്യൂൾസ് റൂൾ, ഫ്ലോക്കുലേഷൻ വാല്യൂ ആൻഡ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കോആഗുലേഷൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.